ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കപ്പൽപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കടന്നുപോകുന്ന ചരക്കു നീക്കത്തിന് സ്ഥിരമായ ടോൾ സംവിധാനം ഏർപ്പെടുത്താൻ ഒമാനുമായി ചർച്ച നടത്തി ഇറാൻ US ഇസ്രായേൽ സംഘർഷങ്ങളെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സങ്ങൾക്ക് പിന്നാലെയാണ് ഈ നീക്കം. ഹോർമുസിൽ സുസ്ഥിരമായ സുരക്ഷയും സുരക്ഷിതമായ സമുദ്ര ഗതാഗതവും ഉറപ്പാക്കാനുള്ള ഒരു ചട്ടക്കൂട് രൂപീകരിക്കാൻ നിലവിൽ ചർച്ചകൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ ഒരുപോലെ സ്തംഭിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇറാൻ നിർണായകമായൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഊർജ്ജപാതകളിലൊന്നായ ഹോർമുസിൽ തന്നെയാണ് മറ്റൊരു സംവിധാനം ഏർപ്പെടുത്താൻ, ടോൾ സംവിധാനം സ്ഥിരമായി ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സൗദി, ഇറാഖ്, UAE, കുവൈത്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും എത്തുന്നത് ഈ പ്രധാനപ്പെട്ട കടലിടുക്ക് വഴിയാണ്. സ്ഥിരമായ നികുതി സംവിധാനം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ആഗോള എണ്ണവിലയിലടക്കം വലിയ തോതിൽ അത് പ്രതിഫലിക്കും. എണ്ണവില ഉയരാനുള്ള കാരണമായി അത് മാറും. കപ്പൽ കമ്പനികൾക്ക് ട്രാൻസിറ്റ് ചാർജുകൾ നൽകേണ്ടി വരുന്നത് ചരക്ക് നീക്കത്തിന്റെ ചെലവ് വർദ്ധിപ്പിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില വർധനവിനും പണപ്പെരുപ്പത്തിനും ഇതിടയാക്കും. കഴിഞ്ഞ ഫെബ്രുവരിയിലുണ്ടായ അമേരിക്ക ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്ക് പിറകെയാണ് ഇറാൻ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുത്തിയത്. പിന്നീട് ഏപ്രിൽ 13 മുതൽ US നാവികസേന ഇറാനിയൻ തുറമുഖങ്ങളൊക്കെ ഉപരോധിച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയർന്നിരുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് താറുമാറാക്കി. എന്നാൽ ഇറാന്റെ ഇപ്പോഴത്തെ ഈ നീക്കത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഹോർമുസ് കടലിടുക്ക് എല്ലായ്പ്പോഴും സ്വതന്ത്രവും തുറന്നതുമായിരിക്കണമെന്നും ടോൾ സംവിധാനം അനുവദിക്കില്ല എന്നുകൂടിയാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര സമുദ്ര നിയമപ്രകാരം ഹോർമുസ് പോലുള്ള അന്താരാഷ്ട്ര പാതകളിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് നികുതി ചുമത്തുന്നത് തെറ്റാണെന്ന വാദവുമായി അമേരിക്കയാണ് രംഗത്ത് വരുന്നത്. നിയമവിരുദ്ധവും ലോകത്തിന് ഭീഷണിയുമാണ് ഈ നീക്കമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടില്ല എന്നും വിപ്ലവ ഗാർഡിന്റെ സഹായത്തോടെ 26 ടാങ്കറുകൾ കടന്നുപോയി എന്നും ഇറാനും പറയുന്നു. യുദ്ധം അവസാനിച്ചാലും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം കൈവിടില്ല എന്ന സൂചനയാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സിമറ ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.